ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ചുരിദാറും ഗൗണൊക്കെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസ് കൊണ്ട് ഒരു സ്കേർട്ട് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ 1 വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 18 ഇഞ്ച് ടോട്ടൽ വിഡ്ത്ത് അരവണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒരു 4-1 ഭാഗിക്കുമ്പോൾ ഒരു 4.5 ഇഞ്ച് കിട്ടും. ഞാൻ ഇത്രയും അരവണ്ണം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് കുറച്ച് ഫ്രിൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ചിതുപോലെ ചുരുണ്ട് നല്ല വിട്ടിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4.5 ഇഞ്ചിൽ നമ്മളിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 7 ഇഞ്ച്, 4-1 ഒരു 7 ഇഞ്ച് കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 28 ഇഞ്ച് കിട്ടും. അപ്പോൾ 28 ഇഞ്ച് നല്ല രീതിയിൽ നല്ല ഫ്ലെയറിൽ കിടക്കും, നല്ല ഫ്രിൽസോടുകൂടി കിട്ടും. അതിനുവേണ്ടിയാണ് ഞാനതുപോലെ കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് ടോട്ടൽ ലെങ്ത്ത് കിട്ടുന്നത് ഒരു 10 ഇഞ്ചാണ്. അപ്പോൾ 10 ഇഞ്ച് ഫുള്ളായിട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. 1 വയസ്സായ കുട്ടിയായതുകൊണ്ട് തന്നെ ഒരുപാട് ഇറക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ 10 ഇഞ്ച് ഫുള്ള് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്ത് അനുസരിച്ച് നമുക്ക് അളവെടുക്കാം, ലെങ്ത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം അരവണ്ണത്തിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. ഞാനിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ചുറ്റുമുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിന് മുകളിലേക്കൊരു പടി വെച്ച് കൊടുക്കണം. പടിയിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ സ്കേർട്ടിൻ്റെ ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലെയറോടുകൂടി തന്നെ നമുക്ക് സ്കേർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലെ അരവണ്ണം കൂട്ടിയെടുത്തത് കൊണ്ട് തന്നെ നമുക്കിതിൽ ഫ്രിൽസോടുകൂടി ഇതുപോലെ നമുക്ക് സ്കേർട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പടി കട്ട് ചെയ്തെടുക്കാം. പടിക്ക് വേണ്ടി ഞാനിവിടെ ഇതിൻ്റെ ബാലൻസ് കട്ട് പീസ് ഇരുന്നത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊരു ചുരിദാർ തയ്ച്ചതിൻ്റെ ബാലൻസ് ആയിരുന്നു. ഇനി അതിൽ നിന്നൊരു കട്ട് പീസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലൊരു കട്ട് പീസ്, ഒരേ ലെവലിലുള്ള കട്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ഒരു 7 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് 8 ഇഞ്ചാണ് വേണ്ടത്. നമ്മൾ 7 ഇഞ്ചാണ് അരവണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഇഞ്ചിൽ നമുക്ക് ഈ പടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 8 ഇഞ്ചിൽ നമുക്ക് ഈ പടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ കറക്റ്റ് ഷേപ്പാക്കി എടുക്കാൻ ഞാൻ മുകളിലേക്ക് 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 3.5 ഇഞ്ചാണ് നമുക്കിത് ഇവിടെ കിട്ടുള്ളൂ. 3.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ 3.5 ഇഞ്ച് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 3.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടും ഈ പടി കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ സ്കേർട്ടിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ ജോയിൻറ്റ് ചെയ്ത ശേഷം നമുക്ക് പടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പടി വെച്ച് കൊടുക്കാം. പടി വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ പടിയുടെ ഒരു ഭാഗം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ? അപ്പോൾ സ്കേർട്ടിൻ്റെ ഇതിലെ നമുക്ക് വച്ച് തയ്ച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ മറ്റേ വശം ഉള്ളിലേക്ക് പോകുന്ന ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പടിയുടെ മറ്റേ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് നമുക്ക് ഫുൾ ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേര് ഭാഗം വരുന്നത് ഞാൻ നമ്മുടെ പുറത്ത് വെച്ചടിക്കുന്നത്. അപ്പോൾ മറ്റേ വശമാണ് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വശം നമ്മുടെ സ്കേർട്ടിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ സ്കേർട്ടിൻ്റെ നല്ല ഭാഗവും പടിയുടെ നല്ല ഭാഗവും ഇതുപോലെ വച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഫുള്ളൊന്ന് അടിച്ചെടുക്കാം.
ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ച് വീതി ഇവിടെ കിട്ടണം. നമുക്ക് 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് കിട്ടാൻ പാകത്തിന് നമ്മൾ തയ്യൽ തുമ്പിട്ട് നമ്മുടെ പടി മടക്കി അടിച്ചെടുക്കണം. മടക്കി അടിക്കുമ്പോൾ 1 ഇഞ്ച് വീതി നമുക്ക് കിട്ടണം നമ്മുടെ ഇലാസ്റ്റിക് കയറ്റിയിടാൻ പാകത്തിന്. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭാഗത്ത് നമുക്ക് ഇതുപോലെ അടിയിൽ തയ്യൽ തുമ്പ് വെച്ചൊന്ന് പതിച്ചടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ മടക്കി അടിച്ചിരിക്കുന്ന ഭാഗം ആ പതിച്ചടിച്ചതിൻ്റെ മുകളിലെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ തന്നെ നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിയാറായിട്ടുണ്ട്. നമ്മുടെ സ്റ്റിച്ചിങ് ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ താഴ്ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇലാസ്റ്റിക് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇലാസ്റ്റിക് ഞാൻ അരവണ്ണത്തിൽ നിന്നും 1 ഇഞ്ചാണ് കുറച്ചിട്ടിട്ടുള്ളൂ. കാരണം നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഇലാസ്റ്റിക് ഒരുപാട് ഇറുകി പിടിച്ചിരുന്ന് ഇട്ടുണ്ടെങ്കിൽ അവർക്ക് അലർജി പോലുള്ള ഇതൊക്കെ വരും. ഇലാസ്റ്റിക്കിൻ്റെ അലർജി ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾക്ക് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് 18-ന് ഒരു 17 ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളൂ. അതിലൊരു ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോവും. അപ്പോൾ ഒരു 16 ഇഞ്ച് അളവിലാണ് ഞാൻ ഇലാസ്റ്റിക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് നമ്മുടെ പടിയുടെ അകത്തുകൂടി ഒരു പിന്ന് വച്ചിട്ട് കയറ്റിയിടാം. അപ്പോൾ ഇതുപോലെ ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇതുപോലെ കണ്ടോ, കറക്റ്റ് 1 ഇഞ്ച് കയറാൻ പാകത്തിനാണ് ഞാൻ പടി അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റഡി ആയിട്ട് തന്നെ ഇലാസ്റ്റിക് അവിടെ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളൊന്ന് കയറ്റി കൊടുക്കാം. ഫുൾ കയറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്കത് നമ്മുടെ സ്കേർട്ടിൻ്റെ സൈഡ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൈഡ് തയ്യൽ തുമ്പും എല്ലാം ചേർത്ത് വെച്ചിട്ട് ഇലാസ്റ്റിക്കോട് കൂടി നമുക്ക് താഴോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇലാസ്റ്റിക് നമുക്കിതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ഇതുപോലെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ് കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മടക്കി സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം, അതല്ല സിക്സാഗ് ചെയ്യുന്നവർക്ക് സിക്സാഗ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മടക്ക് ഇട്ടിട്ട് ആദ്യം ഫുള്ളൊന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത മടക്ക് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ സിക്സാഗാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നവർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുള്ള് ഞാൻ സിക്സാഗ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.